ഞാൻ ഇവന്റെ അടുത്ത് പറഞ്ഞതാണ് വല്ല മാറ്റിനിക്കും പോവാന്ന്. അപ്പൊ അവന് സെക്കൻഡ് ഷോയെ പറ്റൂളൂ. എന്റെ പൊന്നു ചേട്ടൻ മുത്തോണം ചുമ്മാ പറയുന്നതാ. ഇപ്പൊ അങ്ങനെ ആരും വരുവാണെങ്കിൽ ഞാൻ ബ്രേക്ക് കൊടുക്കുന്നില്ല, വണ്ടി ഏറ്റവും കൊല്ലും, പ്രശ്നം തരുന്നില്ല. അയ്യോ, എന്നിട്ട് വേണം കൊലക്കുറ്റത്തിന് പോയി ആത്ത കിടക്കാൻ. ചേട്ടൻ ഇത്ര പേടിയാണെങ്കിൽ ചേട്ടൻ പറയണ്ട. സുരഭി, ഇയാളോ? പിന്നെ ഞാൻ പറഞ്ഞില്ല ഈ മഞ്ഞത്തൊന്നും എനിക്ക് ഉറക്കം ആണ്ടടക്കുന്നു. അയ്യോ, ഉറക്കം കളഞ്ഞിട്ടുള്ള ഒരു പരിപാടിക്കും നമ്മുടെ കുഞ്ഞിനെ വിളിക്കരുതേ കേട്ടോ. നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ഞാൻ വരാം. മുത്തോണല്ലേ? അതെ അതെ അതെ. അണ്ണൻ വരണ്ട. കവർച്ച സംഘം വന്നു കഴിഞ്ഞാൽ താങ്ങിയതാണല്ലേ? എന്നാലും കുഴപ്പമില്ല, ഞാൻ വരാം. നാളെ എന്തുവാ? ഇഡ്ഡലിയാണോ ദോശയാണോ പുട്ടാണോ? പറ. ഇഡ്ഡലി വെച്ചമ്മ. ഇഡ്ഡലിയോ? ഓ, മാവരക്കണം എനിക്ക്. ഞാൻ പോകുന്നില്ല, ഞാൻ വരുന്നില്ല. ഒക്കെ അത് തന്നെ, രാവിലെ വല്ലതും കഴിക്കണമല്ലോ. ഓ, അതെ. അതൊക്കെ ചേർത്ത്. പിന്നെ ഒരു കാര്യം, ആര് സിനിമ കാണാൻ പോയാലും ശരി, സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ വരുമ്പം ഫസ്റ്റ് ഹാഫ് തിരക്കില്ല, പക്ഷെ സെക്കൻഡ് ഹാഫ് കുളം ചളി. അയ്യോ കൊള്ളൂല്ലേ? എന്തൊക്കെയോ ചില പുതിയ വാക്കുകളൊക്കെ ചേർത്ത് പടം മൊത്തം ബോറായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു ഷൈനിങ് ഉണ്ട് ചിലവന്മാർ. അതിന് നിൽക്കരുത് കേട്ടോ. ഒരു സിനിമ എടുക്കുക എന്നൊക്കെ പറഞ്ഞാലേ ചുമ്മാതാരും വന്ന് സിനിമ എടുക്കത്തില്ലല്ലോ. പൈസ മുടക്കി ഓരോ പടത്തിനും അതിൻ്റെതായ ഒരാശയവും ഒരർത്ഥവും ഒക്കെ കാണും. അത് മനസ്സിലാക്കി ആസ്വദിക്കാൻ പഠിക്കണം. ഓ എന്റെ പൊന്നെ, ഈ അടുത്ത കാലത്തുള്ള ഏറ്റവും വലിയ വൃത്തികെട്ടൊരു സ്വഭാവം അതാ. എവിടെ ഷൈൻ ചെയ്യാൻ വേദിയില്ലെങ്കിൽ തിയേറ്ററിന് മുമ്പിൽ പ്രസംഗിച്ചോളുക. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. നീ ഇപ്പൊ എണീറ്റതല്ല? നല്ല ഉറക്കമായിരുന്നു ചേട്ടാ. നല്ല പടത്തിനൊക്കെ പോയിട്ട് വന്നിട്ട് ലേറ്റ് ആയിട്ടല്ലേ കിടന്നേ? എടാ നിന്റെ കൂടെ തന്നെയല്ലേ ഞാനും വന്നത്. ഞാൻ എന്താ രാവിലെ എണീച്ച് ജോഗിങ്ങിന് പോയി തിരിച്ചു വന്ന് കുളിച്ച് റെഡി ആയിട്ടിരിക്കുന്നത്. ഇയാള് ജോഗിങ്ങിനും പോയോ? ആ, എന്റെ പൊന്നു ചേട്ടാ, നിങ്ങളെ സമ്മതിച്ച്. എനിക്ക് അറിയാൻ പറ്റത്തോട്ട് ചോദിക്കുക, നിങ്ങൾക്ക് ഉറക്കമൊന്നുമില്ല ചേട്ടാ? ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ദേ, ഏട്ടത്തെ ഇല്ലാത്ത ടൈമാ. നല്ല രീതിയിൽ റിലാക്സ് ചെയ്ത് നടന്ന് ഉറങ്ങാൻ നോക്ക്. എടേ മതി. നീ ഇന്നലെ മുതൽ എനിക്കിട്ട് താങ്ങാൻ തുടങ്ങിയതാണ്. അവളില്ലെന്ന് പറഞ്ഞു. അത് വിട്. ഞാനേ ഇന്നലെ ചേട്ടന്റെ അടുത്ത് ചോദിക്കണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ്. എന്തോന്ന്? ഇന്നലെ നമ്മളെ തിയേറ്റർ വെച്ച് കണ്ട ആ പെൺകൊച്ചാരാ? ഏത് പെണ്ണ്? മറ്റേ ബോയ്ക്കെട്ടടിച്ച ആ പെൺകൊച്ച്. രേഷ്മ. അതാരാ? അവള് എന്റെ ഇൻസ്റ്റയിലെ ഫ്രണ്ടാ. ഏത് ഫ്രണ്ട്? ഇൻസ്റ്റയിലെ ഫ്രണ്ട് എന്ന് പറഞ്ഞില്ലേ? ഫ്രണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു കാര്യം ഉണ്ടാവുമല്ലോ. അങ്ങനെ കാര്യമൊന്നുമില്ല. ഫ്രണ്ട് തന്നെയാ. ഇൻസ്റ്റയിലെ ഫ്രണ്ട് അല്ലേ? അപ്പൊ ഇന്നലെ നടന്ന നിങ്ങളുടെ മീറ്റിംഗ് നിങ്ങൾ പ്ലാൻ ചെയ്ത് കണ്ടുകൂട്ടിയതല്ലേ? ഞാനിത് ഏട്ടത്തിനടുത്ത് പറയും. ഇവിടെ മഹാഭാവി പ്ലാൻ ചെയ്തതൊന്നുമല്ല, പിന്നെ ആക്സിഡന്റ് ആയിട്ട് ഉണ്ടായതാ. ഓ, നീ ശ്രദ്ധിച്ചില്ലേ? അവൾ ഇങ്ങോട്ട് വന്നാണ് മീറ്റ് ചെയ്തത്. ചേട്ടൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അത്ര വിശ്വസനീയമല്ല. എന്നാലും ഓക്കെ, ഞാൻ വിശ്വസിച്ചു. രേഷ്മ, ആ ബോയ്ക്കെട്ടും ആ ഒരു ലുക്കും ആറ്റിറ്റ്യൂഡും കൊള്ളാം. ഒരു കാര്യം ചെയ്യ്, ചേട്ടൻ എനിക്ക് ഇൻസ്റ്റ ഐ ഡി അവളുടെ ഒന്ന് ഷെയർ ചെയ്തേക്കും. അതെന്തിന്? അല്ല, ഒരു സൗഹൃദത്തിന്റെ തുടക്കം വിട്ടേക്കാന്ന് വിചാരിച്ചു. ആ സൗഹൃദത്തിന് തുടക്കം ഞാൻ ഇട്ടിട്ടുണ്ട്. അല്ല, ചേട്ടൻ ഷെയർ ചെയ്താ കുഴപ്പമില്ല. നിനക്ക് പണ്ടേ ഉള്ള സ്വഭാവം. എന്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടിച്ചു മാറ്റി കൊണ്ടുപോകണം. എന്തോ അടിച്ചു മാറ്റിയിട്ടുണ്ടോ? എല്ലാം നീ അടിച്ചു മാറ്റിയിട്ടുണ്ട്. ചേട്ടാ ചുമ്മാ അനാവശ്യം പറയരുത് കേട്ടോ. അനാവശ്യമല്ല, ആവശ്യമുള്ളത് ഐ ഡി ഷെയർ ചെയ്ത് തരാൻ പറ്റൂ? പറ്റൂല. പറ്റത്തില്ല? പറ്റും. പക്ഷെ ഒരാളടുത്തും കൂടെ ചോദിക്കണം. ആരെടുത്ത്? എന്തിന്? സുരഭി, അനാവശ്യം കാണിക്കുന്നത്. ഞാൻ ഇവ ഒരാളുടെ ഐഡി ചോദിക്കണം. ചേട്ടാ ഒന്നാമത് ചെറിയ കാര്യം. അങ്ങനെയുള്ള കുടുംബം കളണ്ടുണ്ട്. എന്തെന്നാ അത് പിന്നെ ഇവൻ ഐഡി വേണമെന്ന്. ഐഡിയ? ആരാ? രേഷ്മയുടെ. ഏത് രേഷ്മ? അത് നമ്മുടെ രേഷ്മ കൺസ്ട്രക്ഷൻസ്, അവരുടെ കമ്പനിയിലെ എംപ്ലോയീസിന്റെ ഐ ഡി കാർഡ് വേണമെന്ന് ഞാൻ ഏട്ടൻ്റെ അടുത്ത് പറയുമായിരുന്നു. എന്തിനാ ഐ ഡി കാർഡ് എല്ലാം കൂടെ കഴുത്തി തൂക്കിയിട്ടുണ്ട് നടക്കാനാ? പറ. അതല്ല, ഞാനേ അവിടെ എല്ലാ വർഷവും ഇങ്ങനെ ഐ ഡി കാർഡിന്റെ ഇത് മാറ്റും. അപ്പം ഇയർ മാറുമല്ലോ. അപ്പൊ അതിന്റെ കോൺട്രാക്ട് എടുത്തിട്ട് ഐ ഡി കാർഡ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിട്ട് ഐ ഡി മാത്രമേ മാറ്റുള്ളൂ. ടാഗ് മാറ്റി ടാഗ്. അപ്പൊ അണ്ണ ഐ ഡി കാർഡിന്റെ ബിസിനസ് തുടങ്ങാൻ പോണാ? അങ്ങനെ ഒരു പ്ലാൻ. അണ്ണ കിട്ടിയെന്ന് പോരെ അണ്ണ? ഇത് പറയാനാ എന്നെ വിളിച്ചത്. 2 രൂപ കഴിക്കാം. അല്ല, അമ്മ വന്നാ? അമ്മയാ? അമ്മ ഫോൺ വിളിച്ചോണ്ടിരിക്കുന്നു. ഇപ്പഴും തീരും തോന്നുന്നില്ല. അല്ല, അമ്മയല്ലേ ഇന്നലെ പറഞ്ഞത് ഭക്ഷണം കഴിക്കുമ്പോ വീട്ടിലുള്ള എല്ലാരും ഒരുമിച്ചിരുന്ന് കഴിക്കണോ? ഓ, എന്നിട്ട് ഒരു കാര്യം ചെയ്യും, അമ്മ ഫോൺ ചെയ്ത് കഴിയുമ്പോ ഞങ്ങൾ വരാം. അതെന്തായാലും അരമണിക്കൂർ എടുക്കും അമ്മ പറഞ്ഞു. എന്നാ അപ്പൊ വിളി. അപ്പോഴത്തേക്ക് ഞാൻ തുണി പോയി വിരിച്ചിട്ട് വരാം. ഇപ്പൊ നല്ല വെയിലുണ്ട്.
ഒറ്റ സെക്കൻഡേ. എന്താടാ ഇങ്ങനെ ഐഡി പോലെ നമ്പർ വേണം. ഇല്ല. ചെയ്യടാ, ചെയ്യടാ. ഇല്ല, വേണ്ട. എന്തിനൊക്കെ ഇപ്പൊ ചെയ്യണ്ടേ? വേണ്ട, കുഴപ്പമില്ല. ചേട്ടൻ എന്റെ ബഡ്ഡിയല്ലേ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.